അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. ഇവിടെ ഫീനോൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഡയാസോണിയം സോൾട്സിൽ നിന്നുമാണ്. എന്താണ് ഈ ഡയാസോണിയം സോൾട്ടുകൾ? ഡയാസോണിയം സോൾട്ട് എന്ന് പറയുമ്പോൾ N2 എന്ന സ്പീഷീസ് പ്രസൻ്റ് ആയിട്ടുള്ള സോൾട്ടുകളെയാണ് ഡയാസോണിയം സോൾട്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം N2 എന്ന് പറയുമ്പോൾ N ട്രിപ്പിൾ ബോണ്ട് N ആണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ N2 എന്ന സ്പീഷീസ് പ്രസൻ്റ് ആയിട്ടുള്ള സോൾട്ടുകളെയാണ് ഡയാസോണിയം സോൾട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് എങ്ങനെയാണ് ഫീനോള് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇവിടെ ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഡയാസോണിയം സോൾട്ട് ആയിട്ടുള്ള ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ ബെൻസീനിൽ നിന്നും അല്ലെങ്കിൽ ബെൻസീൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇവിടെ 2 സ്റ്റെപ്പിലായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ആരോമാറ്റിക് പ്രൈമറി അമീനാണ്. ഉദാഹരണത്തിന് വളരെ അധികം നമുക്ക് പരിചയമുള്ള ഒരു ആരോമാറ്റിക് പ്രൈമറി അമീനായിട്ടുള്ള അനിലീനെ കൺസിഡർ ചെയ്യാം. ആരോമാറ്റിക് പ്രൈമറി അമീനായിട്ടുള്ള അനിലീനെ കൺസിഡർ ചെയ്യാം. നോക്കൂ, ആരോമാറ്റിക് പ്രൈമറി അമീനായിട്ടുള്ള അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. എന്താണ് ഈ നൈട്രസ് ആസിഡ്? നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം നൈട്രൈറ്റിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെയാണ് നൈട്രസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അനിലീനെ നൈട്രസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റിയാക്ഷൻ സാധാരണ നടക്കുന്നത് 273 to 278 കെൽവിനിലാണ്. അതായത് 0 ഡിഗ്രി ടു 5 ഡിഗ്രി സെൽഷ്യസ്. അതിനാൽ ഈ റിയാക്ഷൻ വളരെ നന്നായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ മിക്സ്ചറിനെ ഐസിൽ ഇറക്കി വെക്കാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl. That we will call it as nitrous acid. And this mixture is kept in ice to maintain the temperature 273 to 278 Kelvin. അങ്ങനെ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ദാറ്റ് ഈസ് C6H5N2Cl. ഇങ്ങനെ ഉണ്ടാകുന്ന ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ വാം വാട്ടർ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ മൈനറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ആസിഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക വഴി ഹൈഡ്രോളിസിസ് നടക്കുകയും അങ്ങനെ ഫിനോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ഫോം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് വിച്ച് ഓൺ ട്രീറ്റിംഗ് വിത്ത് വാം വാട്ടർ. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഫിനോൾ. ഫിനോളും കിട്ടും. അതോടൊപ്പം തന്നെ വാട്ടറാണ് ഹൈഡ്രോളിസിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് N2 ഗ്യാസും HCl ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ലബോറട്ടറികളിലെല്ലാം തന്നെ ഫീനോള് പ്രിപ്പയർ ചെയ്യാവുന്നത്. ഈ മെത്തേഡ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഫ്രം ഡയാസോണിയം salts.